കോവിഡ് കാലത്തെ PPE കിറ്റ് ഇടപാടിൽ അഴിമതി ആരോപിച്ച് കൂടുതൽ രേഖകൾ പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ്. കുറഞ്ഞ തുകയ്ക്ക് PPE കിറ്റ് വാഗ്ദാനം ചെയ്ത കമ്പനിയെ തഴഞ്ഞ് 2 മണിക്കൂറിനിടയിലാണ് സാൻഫാർമയിൽ നിന്ന് 1550 രൂപയ്ക്ക് PPE കിറ്റ് വാങ്ങിയത്. അഴിമതി ആരോപണം തള്ളിയ മുഖ്യമന്ത്രി കുറഞ്ഞ തുകയ്ക്ക് PPE കിറ്റ് വാഗ്ദാനം ചെയ്ത കമ്പനിക്ക് അത് നൽകാൻ കഴിയില്ല എന്ന് കണ്ടാണ് ഒഴിവാക്കിയതെന്ന് ന്യായീകരിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും കോവിഡ് കാലത്തെ PPE കിറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിനൊപ്പം തന്നെ കൂടുതൽ രേഖകളും പ്രതിപക്ഷം പുറത്തുവിട്ടു. എന്നാൽ എല്ലാം സുതാര്യമായിരുന്നു എന്നും CAG റിപ്പോർട്ട് അന്തിമമല്ലെന്നുമാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. CAG റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ കോവിഡ് കാല PPE കിറ്റ് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് കൂടുതൽ രേഖകൾ പുറത്തുവിട്ടു. 2 ദിവസമല്ല 2 മണിക്കൂറിനിടെയാണ് ഒരു PPE കിറ്റിന് 1000 രൂപ കൂടുതൽ നൽകി വാങ്ങാൻ KMSCL തീരുമാനിച്ചതെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പുറത്തുവിട്ടത്. അനിത ടെക്സ്കോഡ് എന്ന കമ്പനി ഒരു PPE കിറ്റിന് 550 രൂപ നിരക്കിൽ വിതരണം ചെയ്യുമെന്ന് അറിയിക്കുന്നത് 2020 മാർച്ച് 28 വൈകിട്ട് 5:55. ഇവർ 25,000 കിറ്റ് വാഗ്ദാനവും ചെയ്തു. എന്നാൽ ഇവരുമായി വിലപേശിയിട്ടും 550 രൂപയിൽ കുറയ്ക്കാത്തതിനാൽ 15,000 ഓർഡർ കുറച്ച് 10,000 PPE കിറ്റിന് മാത്രം KMSCL ഓർഡർ നൽകുന്നു. രണ്ട് മണിക്കൂർ ആകുന്നതിന് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 28 വൈകിട്ട് 7:48 സാൻഫാർമ എന്ന കമ്പനി ഒരു PPE കിറ്റിന് 1550 രൂപ നിരക്കിൽ വിതരണം ചെയ്യാമെന്ന് അറിയിക്കുന്നു. 3 ഇരട്ടി കൂടുതൽ വിലയാണെങ്കിലും പ്രശ്നമാക്കിയില്ല. അവരിൽ നിന്ന് 50,000 PPE കിറ്റ് വാങ്ങാൻ തീരുമാനിക്കുന്നു. 2 ദിവസത്തിന് ശേഷം ഓർഡർ നൽകുന്നു. അതായത് 550 രൂപയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് പറഞ്ഞ അനിത ടെക്സ്കോഡിനേക്കാൾ സർക്കാർ വാങ്ങാൻ താല്പര്യം കാണിച്ചത് 1550 രൂപയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന്. അഴിമതിയാണ് നടന്നതെന്ന് രേഖകൾ പുറത്തുവിട്ട ശേഷം പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കാമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരായി നിങ്ങൾ മാറിയോ? എന്തൊരു അഴിമതിയാണ്, എന്തൊരു കെടുകാര്യസ്ഥതയാണ്! സാമ്പത്തികമായി നിങ്ങളെ തകർത്തി തരിപ്പണമാക്കി. വിശദീകരണവുമായി മുഖ്യമന്ത്രിയും രംഗത്തെത്തി. കുറഞ്ഞ തുകയ്ക്ക് PPE കിറ്റ് വാഗ്ദാനം ചെയ്ത അനിത ടെക്സ്കോഡ് എന്ന കമ്പനിക്ക് 5000 PPE കിറ്റ് മാത്രമേ വിതരണം ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. 25,000 നൽകാമെന്ന് പറഞ്ഞെങ്കിലും അതിന് കഴിവില്ല എന്ന് കണ്ടാണ് കമ്പനിയെ ഒഴിവാക്കിയതെന്നും മുഖ്യമന്ത്രി. ഓർഡർ ലഭിച്ച കമ്പനിക്ക് PPE കിറ്റ് സപ്ലൈ ചെയ്യാനുള്ള കഴിവില്ലെന്ന അവരുടെ പ്രവൃത്തിയിൽ നിന്ന് ബോധ്യപ്പെട്ടു. ഈ ഉത്തമ ബോധ്യത്തിലാണ് പ്രസ്തുത കമ്പനിയുമായുള്ള പർച്ചേസ് ഉത്തരവ് റദ്ദാക്കിയത്. അവർക്ക് കൊടുത്തതുപോലെ 50% തുക അഡ്വാൻസ് നൽകി മറ്റൊരു കമ്പനിക്ക് 50,000 PPE കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ലെറ്റർ ഓഫ് ഇൻറ്റന്റ് KMSCL നൽകി. PPE കിറ്റ് ഇടപാടുകളെക്കുറിച്ച് മൗനം പാലിച്ച ആരോഗ്യമന്ത്രി മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്ന് ന്യായീകരിച്ചു. ആഗോളതലത്തിൽ PPE കിറ്റിനും മറ്റും എല്ലാ സാമഗ്രികൾക്കും ദൗർലഭ്യം നേരിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെയും PPE കിറ്റുകൾ അത് വാങ്ങണം, ഗ്ലൗസ് ഉൾപ്പെടെ വാങ്ങി അത് സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. CAG റിപ്പോർട്ടിലെ കണ്ടെത്തലിലോ പ്രതിപക്ഷം പുറത്തുവിട്ട വിവരങ്ങളിലോ കൃത്യമായ മറുപടി ഇപ്പോഴും മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല. 10 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നു എന്നാണ് CAG കണ്ടെത്തൽ. അത് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കണ്ടേ എന്ന ചോദ്യവും ഇപ്പോൾ പ്രസക്തമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.